നമസ്കാരം കുട്ടികളെ. കഴിഞ്ഞ ക്ലാസ്സിൽ കൃഷിമാഷ് എന്ന പാഠഭാഗത്തേക്കാണ് നമുക്ക് ഇനി പ്രവേശിക്കേണ്ടത് എന്ന് പറയുണ്ടായില്ലേ. കൃഷിമാഷ് എന്ന പാഠഭാഗം ഏത് നോവലിലേതാണ്? ടോട്ടോച്ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ അല്ലേ. ആരാണത് എഴുതിയിരിക്കുന്നത്? തെത്സുഗോ കുറിയോനഗി അല്ലേ. തെത്സുഗോ കുറിയോനഗിയുടെ ആത്മകഥാംശമുള്ളതായിട്ടുള്ള നോവലാണ് ടോട്ടോച്ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. ടോട്ടോച്ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന ഈ ഒരു നോവലിനെ കുറിച്ചുള്ളതായിട്ടുള്ള ആ ഒരു വായനാക്കുറിപ്പ് എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ നോവലിനെ പരിചയപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ നോവലിനെ കുറിച്ചുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടായി. എങ്ങനെയെങ്കിലും ആ നോവലൊന്ന് സംഘടിപ്പിക്കാനായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ, മുഴുവനായിട്ടൊന്ന് വായിച്ചു തീർക്കാനായിട്ട്. അതുപോലെ തെത്സുഗോ കുറിയോനഗി എന്ന ഈ ഒരു നോവൽ എഴുതിയതായിട്ടുള്ള അവരുടെ അനുഭവങ്ങളാണ്, കുട്ടിക്കാലത്തെ അവരുടെ അനുഭവങ്ങളാണ്. ടോമോ വിദ്യാലയത്തെക്കുറിച്ചിട്ടും കോബയാഷി മാസ്റ്ററെ കുറിച്ചിട്ടും വ്യത്യസ്തമായിട്ടുള്ള അവിടുത്തെ വിദ്യാഭ്യാസ രീതികളെ കുറിച്ചിട്ടും ഒക്കെയുള്ളതായിട്ടുള്ള ആ അനുഭവക്കുറിപ്പുകൾ എഴുതിയതായിട്ടുള്ള തെത്സുഗോ കുറിയോനഗി എന്ന ഈ ഗ്രന്ഥകാരിയെ കുറിച്ചിട്ട് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അവരെക്കുറിച്ചിട്ട് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എല്ലാവരും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ടോട്ടോച്ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന കൃതി അൻവർ അലി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലേക്ക് മാത്രമല്ല, ലോകത്തിലെ ഒട്ടു മഹത്തരമായിട്ടുള്ള ഭാഷകളിലേക്കെല്ലാം തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടതായിട്ടുള്ളൊരു കൃതിയാണ് ടോട്ടോച്ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അതിലെ ഒരു ഭാഗമാണ് കൃഷിമാഷ് എന്ന നമ്മുടെ ഈ പാഠഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നേരനുഭവങ്ങൾ ആണ് കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടത് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആർക്ക്? കോബയാഷി മാസ്റ്റർക്ക്. ആ ഒരു നേരനുഭവം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടുള്ളൊരു രീതി തന്നെയാണ് ഇവിടെ ഈ കൃഷിമാഷ് എന്നുള്ളതായിട്ടുള്ള ഈ പാഠഭാഗത്ത് കൃഷിയെക്കുറിച്ചിട്ട് കുട്ടികളെ അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു കൃഷിക്കാരനെ തന്നെ അധ്യാപകനായിട്ട് കൊണ്ടുവരുന്നതായിട്ടുള്ള കോബയാഷി മാസ്റ്ററുടെ ആ ഒരു തീരുമാനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് കൃഷിമാഷ് എന്ന ഈ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. കൃഷിമാഷ്: ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ മാഷ്. അദ്ദേഹം എല്ലാം നേരിട്ട് ചെയ്ത് കാണിച്ച് പഠിപ്പിക്കാൻ പോവാ. മാസ്റ്റർ പുതിയ അധ്യാപകനെ പരിചയപ്പെടുത്തി. ടോട്ടോച്ചാൻ പുത്തൻ മാഷെ ശ്രദ്ധാപൂർവം നോക്കിക്കണ്ടു. ഒരു അധ്യാപകന് ചേർന്ന മട്ടിലേ അല്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. ബനിയന് മുകളിൽ മുഷിഞ്ഞ മുറിക്കയ്യൻ ഷർട്ട്, ടൈയുടെ സ്ഥാനത്ത് കഴുത്തിലൂടെ ചുറ്റിയിരിക്കുന്ന ഒരു തോർത്ത്, കാലിനോട് പറ്റിച്ചേർന്ന നരയൻ നീല ട്രൗസർ അവിടവിടെയായി കീറിയിട്ടുമുണ്ട്. ഷൂസിന് പകരം അദ്ദേഹം ധരിച്ചിരുന്നത് പണിക്കാരുടേതുപോലെ അടിവശത്ത് റബ്ബർ പതിപ്പിച്ച ഇടുങ്ങിയ നാടൻ കാലുറകളാണ്. തലയിൽ തീർത്തും പഴകിപ്പൊളിഞ്ഞ ഒരു വൈക്കോൽ തൊപ്പിയും. കുട്ടികളെല്ലാം കുഹോൻബത്സു ക്ഷേത്രത്തിനടുത്തുള്ള കുളക്കരയിൽ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു അധ്യാപകനെ കുറിച്ചിട്ട് പുതിയ ക്ലാസ് അവതരിപ്പിക്കുന്നതായിട്ടുള്ള, പഠിപ്പിക്കുവാനായിട്ട് പോകുന്നതായിട്ടുള്ള അധ്യാപകനെ കോബയാഷി മാസ്റ്റർ കുട്ടികൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണല്ലേ. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ കൃഷി മാഷ്. ഇന്നത്തെ നിങ്ങളുടെ മാഷ് ഇതാണ്. കൃഷി പഠിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നതായിട്ടുള്ള മാഷാണ്. അദ്ദേഹം എല്ലാം നേരിട്ട് ചെയ്ത് കാണിച്ച് പഠിപ്പിക്കാൻ പോവുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു നേരനുഭവമായിട്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് പകർന്നു നൽകാനായിട്ട് പോകുന്നത് എന്ന് ആദ്യമേ തന്നെ ആ മാഷിനെ പരിചയപ്പെടുത്തി കൊടുത്തു. മാസ്റ്റർ പുതിയ അധ്യാപകനെ പരിചയപ്പെടുത്തി. ടോട്ടോച്ചാൻ പുത്തൻ മാഷെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കണ്ടു. അപ്പോൾ ടോട്ടോച്ചാന് ആ പഠിപ്പിക്കാൻ പോകുന്നതായിട്ടുള്ള ഇന്നത്തെ അധ്യാപകൻ എന്നതായിട്ടുള്ള ഒരു രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ടോട്ടോച്ചാന് കഴിഞ്ഞു. കാരണം ടോട്ടോച്ചാൻ അധ്യാപകനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധാപൂർവ്വം നോക്കി. ഒരു അധ്യാപകന് ചേർന്ന മട്ടിലേ അല്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം. ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു അധ്യാപകന് ചേർന്ന രീതിയിലൊന്നും ആയിരുന്നില്ല അദ്ദേഹം വസ്ത്രം ധരിച്ചിരുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ പ്രത്യേകത? ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. ബനിയന് മുകളിൽ
മുഷിഞ്ഞ മുറിക്കയ്യൻ ഷർട്ട്. ഒരു മുഷിഞ്ഞ മുറിക്കയ്യൻ ഷർട്ടായിരുന്നു അദ്ദേഹം തൻ്റെ ബനിയന് മുകളിലായിട്ട് മുഷിഞ്ഞൊരു മുറിക്കയ്യൻ ഷർട്ടായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മാഷാണെങ്കിൽ ടൈയൊക്കെ കെട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ ടൈയുടെ സ്ഥാനത്ത് കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുന്നത് ഒരു തോർത്താണ്. കാലിനോട് പറ്റിച്ചേർന്ന നരയൻ നീല ട്രൗസർ അവിടെയായിട്ട് കീറിയിട്ടുമുണ്ട്. ഒരു ഷൂസ് ധരിക്കുന്നതിന് പകരം അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്താണ്? പണിക്കാരുടേതുപോലെ അടിവശത്ത് റബ്ബർ പതിപ്പിച്ച ഇടുങ്ങിയ നാടൻ കാലുറകളാണ് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നത്. തലയിൽ തീർത്തും പഴകിപ്പൊളിഞ്ഞ ഒരു വൈക്കോൽ തൊപ്പിയും. തലയിൽ ആ വെയിലൊന്നും ഏൽക്കാതിരിക്കാനായിട്ട് അദ്ദേഹം ഒരു വൈക്കോൽ തൊപ്പിയും ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വേഷവിധാനം കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ടോട്ടോജാന് മനസ്സിലായേ ഇദ്ദേഹം ഒരു അധ്യാപകൻ്റേതായിട്ടുള്ള വേഷവിധാനമേ അല്ലല്ലോ എന്നൊരു സംശയം ഉണ്ടായി. കുട്ടികളെല്ലാം കുഹോൻ ബത്സു ക്ഷേത്രത്തിനടുത്തുള്ള കുളക്കരയിൽ കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? കുഹോൻ ബത്സു ക്ഷേത്രത്തിനടുത്തുള്ളതായിട്ടുള്ള കുളക്കരയിലായിട്ടാണ് കുട്ടികളെ കൊണ്ടു നിർത്തിയിട്ട് ഇന്നത്തെ ക്ലാസ് നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് കൂട്ടം കൂടി നിന്നു. ഈ മാഷെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കൊച്ചു ടോട്ടയ്ക്ക് സംശയമായി. പക്ഷേ എവിടെ വെച്ച്? അവൾ അത്ഭുതപ്പെട്ടു. വെയിലേറ്റ് കരിവാളിച്ച് ചുളിവുകൾ വീണ മുഖം, അരയിൽ ബെൽറ്റ് പോലെ മുറുക്കി കെട്ടിയിരിക്കുന്ന ചരടും അതിൽ ഞാന്നു കിടക്കുന്ന നീളൻ പുകക്കുഴലും എല്ലാം മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. അപ്പോൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള വേഷവിധാനം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുഖഭാവം കൂടിയിട്ട് ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കുകയാണ് കൊച്ചു ടോട്ടോ. ഈ മാഷെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതായിട്ടുള്ള അതിയായ സംശയം അവളുടെ ഉള്ളിൽ ഉടലെടുത്തു. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കൊച്ചു ടോട്ടോയ്ക്ക് സംശയമായി. പക്ഷെ എവിടെ വെച്ചിട്ടാണ് ഞാൻ ഇയാളെ കണ്ടിരിക്കുന്നത്? ഈ ഒരു മാഷിനെ ഞാൻ എവിടെ വെച്ചിട്ടാണ് കണ്ടിരിക്കണേ എന്നുള്ളതായിട്ടുള്ള ആ സംശയം അവളുടെ ഉള്ളിൽ ബലപ്പെട്ടു. അവൾ അത്ഭുതപ്പെട്ടു. എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം എവിടെയാണ്? വെയിലേറ്റ് കരിവാളിച്ച് ചുളിവുകൾ വീണതായിട്ടുള്ള ആ മുഖം, അരയിൽ ബെൽറ്റ് പോലെ മുറുക്കി കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു ചരടും അതിൽ ഞാന്നു കിടക്കുന്നതായിട്ടുള്ള നീളൻ പുകക്കുഴലും എല്ലാം, ആ വേഷവിധാനം മൊത്തം, ആ മുഖഭാവവും ഒക്കെ തന്നെ താൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളതാണ്. പൊടുന്നനെ അവൾക്ക് ഓർമ്മ വന്നു. നീർച്ചാലിനടുത്ത പാടത്തിൽ കൃഷിപ്പണി ചെയ്യണ ആളല്ലേ? ഉത്സാഹപൂർവ്വം അവൾ ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ മാഷാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ആളുടെ ആ ഒരു വേഷവിധാനവും അദ്ദേഹത്തിൻ്റെ മുഖഭാവവും ഒക്കെ അവൾക്ക് പരിചിതമായിട്ടുള്ള മറ്റേതോ ഒരാളുടെ പോലെ തോന്നി. അവളുടെ ഓർമ്മയിൽ നിന്ന് ആ ഒരു ആളെ തിരിച്ചറിയുകയാണ്. ആരാണ്? നീർച്ചാലിനടുത്ത് പാടത്തിൽ കൃഷിപ്പണി ചെയ്യണ ആളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉവ്വ് മുഖം ചുളിച്ച് പല്ലു പുറത്ത് കാട്ടി ചിരിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു. കുഹോൻ ബത്സുവിലേക്ക് നടക്കാനിറങ്ങുമ്പോഴൊക്കെ നിങ്ങളത് വഴിയാ പോവാറ് അല്ലേ? നിറയെ കടുകിൻ പൂക്കളുള്ള പാടല്ലേ? അത് എൻ്റെ പാടാ. അപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള മാഷും ആ കുട്ടി പറഞ്ഞതായിട്ടുള്ള ടോട്ടോജാൻ പറഞ്ഞതായിട്ടുള്ള തൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് ആ പരിചയം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് ആളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മാഷും ഒപ്പം തന്നെ പറയാണ്, ഉവ്വ് കുഹോൻ ബത്സുവിലേക്ക് നടക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ അത് വഴിയാണ് പോവാറില്ലേ? അപ്പം എന്നെ കണ്ടിട്ടുണ്ടാവും. നിറയെ കടുകിൻ പൂക്കളുള്ളതായിട്ടുള്ള പാടല്ലേ ആ വഴിക്ക് പോകുമ്പോൾ? അതെൻ്റെ പാടാ എന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുന്നു. ഹായ്, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ മാഷാവാൻ പോണു? തെല്ലമ്പരപ്പോടെ കുട്ടികൾ ആർത്ത് വിളിച്ചു. അപ്പോൾ ആ കാണാറുള്ളതായിട്ടുള്ള ആ കൃഷിക്കാരൻ ഇന്ന് ഞങ്ങളുടെ മാഷാവാൻ പോവുകയാണോ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കുട്ടികളെല്ലാവരും വളരെയേറെ ഉത്സാഹത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. അല്ലല്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ആ കർഷകൻ്റെ രീതിയിൽ തന്നെ പറയുകയാണ്, അല്ലല്ല. കൈ നിഷേധഭാവത്തിൽ ചലിപ്പിച്ച് തെല്ല് ജാള്യത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാഷൊന്നുമല്ല, ഒരു വെറും കൃഷിക്കാരൻ. പിന്നെ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ വിളിച്ചതുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ. ഞാൻ മാഷൊന്നുമല്ല, ഞാൻ കൃഷിക്കാരൻ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ മാഷ് എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്.
അപ്പോൾ ഉടനെ തന്നെ അതിനിടയിലേക്ക് കോമ്പയാഷി മാസ്റ്റർ കയറിയിട്ട് പറയാണ് എന്ത്, അല്ലല്ല, ഇദ്ദേഹമാണ് നിങ്ങളുടെ കൃഷി അധ്യാപകൻ. അപ്പോൾ കൃഷിക്കാരൻ എന്നോട് കുട്ടികൾ ചോദിക്കുകയാണ്, ഞങ്ങൾ കാണാറുള്ള ആ പാടത്ത് ഉള്ള കൃഷിക്കാരനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചോ. അപ്പോൾ കുട്ടികൾക്ക് വളരെയേറെ ഉത്സാഹമായി. കുട്ടികൾ ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ മാഷാവാനായിട്ട് പോവാണോ എന്ന് ചോദിച്ചപ്പോൾ ആ കൃഷിക്കാരൻ ഒരു അധ്യാപകനാവാനുള്ള യോഗ്യതയൊക്കെ തനിക്കുണ്ടോ എന്നുള്ള രീതിയിൽ അതൊന്നുമില്ല എന്നുള്ള രീതിയിൽ വളരെ ജാള്യതയോട് കൂടിയിട്ട് കുട്ടികളോട് പറയുകയാണ് എന്ത്, ഞാനങ്ങനെ അധ്യാപകനൊന്നുമല്ല, പക്ഷേ ഇന്ന് നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ എന്നെ വിളിപ്പിച്ച കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നു ചേർന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കോമ്പയാഷി മാസ്റ്റർ അതിനിടയിൽ കുട്ടികളോടായിട്ട് തന്നെ പറയുകയാണ് എന്ത്, അല്ലല്ല, ഇദ്ദേഹമാണ് നിങ്ങളുടെ കൃഷി അധ്യാപകൻ. തൊട്ടടുത്ത് തന്നെയുണ്ടായിരുന്നു മാസ്റ്റർ പറഞ്ഞു. വയലിൽ കൃഷി ഇറക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ഇദ്ദേഹം അനുകമ്പാപൂർവം സമ്മതിച്ചു. അതായത് റൊട്ടി ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാൻ ഒരു റൊട്ടിക്കാരനെ തന്നെ കിട്ടുക എന്ന് വിചാരിക്കാം. അതുപോലെ മാസ്റ്റർ അധ്യാപകനോടായി പറഞ്ഞു. നമുക്ക് തുടങ്ങാം. എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ. അപ്പോൾ ഇദ്ദേഹമാണ് നിങ്ങളുടെ കൃഷി അധ്യാപകൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് മാറ്റി പറഞ്ഞു കൊടുക്കുകയാണ് കോമ്പയാഷി മാസ്റ്റർ. ഒരു കാര്യം കുട്ടികൾക്ക് നേരനുഭവമായിട്ട് പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ തൊഴിലിൽ പരിചയസമ്പന്നനായിട്ടുള്ള വ്യക്തി തന്നെ ആ നേരനുഭവം പകർന്നു കൊടുത്താലേ അവർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് ബോധമുണ്ടാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരാളാണ് ആര്? കോമ്പയാഷി മാസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് കൃഷിയെക്കുറിച്ചിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൃഷിക്കാരനെ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതും അതുതന്നെയാണ്. എന്ത്, ഒരു അധ്യാപകനാവാനായിട്ട് അധ്യാപന യോഗ്യതകളല്ല വേണ്ടത്, നേരെ മറിച്ചിട്ട് ഒരു തൊഴിലിനെ കുറിച്ചിട്ട് പഠിപ്പിക്കാനാണെങ്കിൽ ആ തൊഴിലിൽ പ്രാവീണ്യമുള്ളതായിട്ടുള്ള വ്യക്തി തന്നെ അത് പകർന്നു കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് അത് നേരെ അനുഭവമായിട്ട് കൂടുതൽ മനസ്സിലാക്കുവാനുള്ളതായിട്ടുള്ള ശേഷി നേടുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്ററാണ് കോമ്പയാഷി മാസ്റ്റർ. അദ്ദേഹം പറയുന്നതും അതുതന്നെയാണ്. എന്ത്, വയലിൽ കൃഷി ഇറക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഇന്ന് ഇദ്ദേഹം അനുകമ്പാപൂർവം വന്നു ചേർന്നിരിക്കുന്നത്. അതായത് റൊട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാനായിട്ട് ഒരു റൊട്ടിക്കാരനെ തന്നെ കിട്ടുക എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ കൃഷിക്കാരനെ തന്നെ കൃഷിയുടെ പാഠങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ഒരു കൃഷിക്കാരനെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ചുള്ളതായിട്ടുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കുവാനായിട്ട് വളരെ അനുകമ്പാപൂർവം അദ്ദേഹം സമ്മതിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് തന്നെ പറയാണ്, എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ് ആരംഭിക്കുവാനായിട്ട് ഉള്ള നിർദ്ദേശമാണ് കോമ്പയാഷി മാസ്റ്റർ കൃഷി അധ്യാപകന് നൽകുന്നത്. ഒരു സാധാരണ എലിമെൻ്ററി സ്കൂളിലാണെങ്കിൽ ആരായാലും എന്ത് വിഷയമായാലും കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപന യോഗ്യതകൾ ഉണ്ടായേ മതിയാവൂ. പക്ഷേ കോമ്പയാഷി മാസ്റ്റർ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് തല പുണ്ണാക്കാറില്ല. കാര്യങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമെന്ന് അദ്ദേഹം കരുതി. അപ്പോൾ തുടങ്ങാം അല്ലേ? കൃഷി പഠിപ്പിക്കും മാഷ് കുട്ടികളോടായി പറഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഏതൊരു എലിമെൻ്ററി ക്ലാസ്സുകളിലാണെങ്കിലും അതത് വിഷയങ്ങൾ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് ആ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയതായിട്ടുള്ള അധ്യാപന യോഗ്യതകൾ നേടിയതായിട്ടുള്ള ആളുകൾ പഠിപ്പിച്ചേ ശരിയാവുള്ളൂ എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കോമ്പയാഷി മാസ്റ്റർ ഇത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, നേരിട്ടുള്ള ഒരു അനുഭവമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതുകൊണ്ട് ആ നേരനുഭവങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പകർന്നു കൊടുക്കുവാനായിട്ട് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്ത് തന്നെയാണ്, ആ ഒരു തൊഴിലിൽ പ്രാവീണ്യമുള്ളവരെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെയാണ് ആ ഒരു നേരനുഭവം കുട്ടികൾക്ക് പകർന്നു കിട്ടുവാനായിട്ട് ഏറ്റവും എളുപ്പമാർഗമെന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു
കോംബായാഷി മാസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് റൊട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ ഒരു റൊട്ടി ഉണ്ടാക്കുന്നതായിട്ടുള്ള ആൾ പകർന്നു നൽകുന്നതായിട്ടുള്ള അറിവ് പോലെ തന്നെ പ്രധാനം തന്നെയാണ് കൃഷി എങ്ങനെ എന്ന് പഠിപ്പിക്കുവാനായിട്ട് ഒരു കൃഷിമാഷിനെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നതും അല്ലേ. പിന്നെ ഈ ഒരു പാഠഭാഗം എടുത്തു കഴിഞ്ഞപ്പോൾ അതിലത്തെ ചില സംഭാഷണ രീതികൾ നമ്മൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രാദേശികമായിട്ടുള്ള ആ ഒരു സംഭാഷണ രീതികൾ കാണാനായിട്ട് സാധിച്ചു അല്ലേ. നമ്മൾ സംഭാഷണ ഭാഷയിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളാണ്, പ്രാദേശിക ഭാഷ എന്നുള്ളതിനേക്കാളും സംഭാഷണ ഭാഷാ പ്രയോഗങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. കൃഷിമാഷ് പറയുന്നതായിട്ടുള്ള ആ കാര്യം ഉവ്വ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു രീതി, ഉവ്വ് മുഖം ചുളിച്ച് പല്ലു പുറത്തു കാട്ടി ചിരിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു, കുഹോൻ ബത്സുവിലേക്ക് നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങൾ അതുവഴിയാ പോവാറ് അല്ലേ. നിറയെ കടുകിൻ പൂക്കളുള്ള പാടം അല്ലേ, അത് എൻ്റെ പാടാ. അതിൽ ഇപ്പോൾ ഉവ്വ് നടക്കാനിറങ്ങുമ്പോഴൊക്കെ നിറയെ പൂവാറ് പാടം അല്ലേ എന്നൊക്കെയുള്ളതായിട്ടുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അത് നമ്മുടെ സംഭാഷണ ഭാഷാ പ്രയോഗങ്ങളാണല്ലേ. അതിന് ഇത്തരത്തിലുള്ളതായിട്ടുള്ള സംഭാഷണ ഭാഷാ പ്രയോഗങ്ങൾ ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇത്തരത്തിലുള്ളതായിട്ടുള്ള സംഭാഷണ ഭാഷാ പ്രയോഗങ്ങൾ കണ്ടെത്തുക. ഈ ഉവ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതെ ഉവ്വ് ഇറങ്ങുമ്പോഴൊക്കെ എന്നുള്ളതാണ് നടക്കാനിറങ്ങുമ്പോഴൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത്. പൂവാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാറുള്ളത് എന്നുള്ളതാണ് പൂവാറ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുപോലെ നിറയെ എന്നുള്ളതിനെയാണ് നിറയെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. പാടം അല്ലേ എന്നുള്ളതിനെയാണ് പാടം ലേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള വാക്കുകൾ കണ്ടെത്തുക, അതിൻ്റെ ശരിയായിട്ടുള്ളതായിട്ടുള്ള രീതിയിൽ വിളിച്ചതുകൊണ്ട്, നിങ്ങളുടെ മാഷ് വിളിച്ചതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചത് കൊണ്ട്, വിചാരിക്കുക അങ്ങനെ ഒട്ടേറെ സംഭാഷണ ഭാഷാ പ്രയോഗങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് കടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള സംഭാഷണ ഭാഷാ പ്രയോഗങ്ങൾ ഉള്ള പദങ്ങൾ കണ്ടെത്തുക അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യേണ്ട പ്രവർത്തനമാണ്. ആ കണ്ടെത്തിയ പദങ്ങൾ ഒരു സംഭാഷണ ഭാഷാ നിഘണ്ടുവായിട്ട് തയ്യാറാക്കുക. അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നും അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് എന്നുള്ളതും ആ സംഭാഷണ ഭാഷാ പദങ്ങളും കൂടിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി തയ്യാറാക്കിയിട്ട് ഒരു സംഭാഷണ ഭാഷാ നിഘണ്ടുവാക്കിയിട്ട് തയ്യാറാക്കുക. പിന്നെ ഈ ഒരു ഇത്രയും ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ പാഠഭാഗത്തുള്ളതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഒരു അധ്യാപകന് ചേർന്ന മട്ടിലേ അല്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം. ടോട്ടോ ജാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ത്? ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സിലുള്ളതായിട്ടുള്ള രൂപം, ഒരു നല്ല ഷർട്ടും അതിന് മേലെയുള്ളതായിട്ടുള്ള ഒരു ടൈയും ഒക്കെ കെട്ടിയതായിട്ടുള്ള ഷൂസും ഒക്കെ ധരിച്ചതായിട്ടുള്ള ഒരു അധ്യാപകനെ കാണുന്നതായിട്ടുള്ള ഒരു രീതിയിലേ ആയിരുന്നില്ല ആരുടെ രൂപം? ഇന്നത്തെ ഈ ഒരു ക്ലാസ് എടുക്കുന്നതായിട്ടുള്ള അധ്യാപകനെ കോംബായാഷി മാസ്റ്റർ പരിചയപ്പെടുത്തി തന്നതായിട്ടുള്ള ആ ഒരു അധ്യാപകൻ്റെ രൂപം. എങ്ങനെയാണ് ഒരു അധ്യാപകൻ്റെ ആ ഒരു വേഷവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് എന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഷവിധാനം? ടോട്ടോ ജാൻ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വേഷവിധാനം ഇന്നതൊക്കെയായിരുന്നു എന്ന് വിവരിച്ചിട്ടുണ്ടല്ലേ. ആ ഭാഗം എഴുതി തയ്യാറാക്കിയിട്ട് എങ്ങനെയാണ് ഒരു അധ്യാപകന് ചേർന്ന മട്ടിലേ അല്ലാത്തതായിട്ടുള്ള രൂപത്തിൽ ആയിരുന്നു എന്ന് ചിന്തിക്കാൻ കാരണമെന്ത് എന്നുള്ളതായിട്ടുള്ള കാര്യം ഒരു കുറിപ്പായിട്ട് തയ്യാറാക്കുക. ഇനി അടുത്തത്, കോംബായാഷി മാസ്റ്റർ എന്തുകൊണ്ടായിരിക്കാം ഒരു കൃഷിക്കാരനെ തന്നെ സ്കൂളിൽ അധ്യാപകനായി കൊണ്ടുവന്നത്? അതിൻ്റെ ഉത്തരമാണ് എന്ത്? കോംബായാഷി മാസ്റ്റർ അതായത് എലിമെൻ്ററി സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു
അധ്യാപന യോഗ്യതകളൊക്കെ വേണം എന്നുള്ളതായിട്ടുള്ള നിർബന്ധമുണ്ടെങ്കിൽ കൂടി അതിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കാത്തതായിട്ടുള്ള ഒരാളായിരുന്നു ആര്? കോംബായാഷി മാസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് നേരനുഭവമാണ് ലഭിക്കേണ്ടത് എന്ന് കരുതിയിരുന്നതായിട്ടുള്ള മാസ്റ്റർ ആ നേരനുഭവം നൽകുവാനായിട്ട് കഴിയുക ആർക്ക് തന്നെയാണ്? അതത് തൊഴിലുകളിൽ പ്രാവീണ്യമുള്ളതായിട്ടുള്ള വ്യക്തികൾക്ക് തന്നെയാണ് ആ ഒരു തൊഴിലിനെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള നേരനുഭവം കുട്ടികളിലേക്കും പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുക. കുട്ടികൾക്ക് നേരനുഭവമാണ് ലഭിക്കേണ്ടത് എന്നൊരു ഉറച്ച വിശ്വാസം ആർക്കുണ്ടായിരുന്നു? കോംബയാഷി മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അത് നേരിട്ട് തന്നെ വളരെ ലഘുവായിട്ട് മനസ്സിലാക്കുവാനായിട്ട്, ലളിതമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചതായിട്ടുള്ള കോംബയാഷി മാസ്റ്റർ അതുകൊണ്ട് തന്നെയാണ് എന്ത് തീരുമാനിച്ചത്? ഒരു കൃഷിക്കാരനെ തന്നെ സ്കൂളിൽ അധ്യാപകനായി കൊണ്ടുവന്നത്. ഈ 3 കാര്യങ്ങളും അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കുക.